വായനാ ദിനമായി ആചരിക്കുന്ന ദിവസം. ഉത്തരം ജൂൺ 19. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം PN പണിക്കർ. കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1996 മുതൽ. ജൂൺ 19 ദേശീയ വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 2017 മുതൽ. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ഉത്തരം ജൂൺ 25 വരെ. PN പണിക്കരുടെ മുഴുവൻ പേര് എന്തായിരുന്നു? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? ഉത്തരം 2004 ജൂൺ 19. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക ആരുടെ മഹത്തായ സന്ദേശമാണ്? ഉത്തരം PN പണിക്കർ. വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. നോൺസെൻസ് കവിതകൾ എന്ന പേരിൽ ആദ്യമായി കവിതാ സമാഹാരം പുറത്തിറക്കിയ കവി? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. PN പണിക്കർ ജന്മനാട്ടിൽ ആരംഭിച്ച വായനാശാലയുടെ പേര്? ഉത്തരം സനാതന ധർമ്മം. നിരക്ഷരത നിർമ്മാർജ്ജനത്തിനായി കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി PN പണിക്കർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ രൂപം നൽകിയത് എന്നാണ്? ഉത്തരം 1977. ലോക പുസ്തക ദിനമായി ആചരിക്കുന്ന ദിവസം? ഉത്തരം ഏപ്രിൽ 23. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി അറിയപ്പെടുന്ന പേര്? ഉത്തരം വായന. രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾ അറിയപ്പെടുന്ന പേര്? ഉത്തരം റെഡ് ബുക്ക്. ആദ്യമായി മലയാള അക്ഷരം അച്ചടിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹോർത്തോസ് മലബാറിക്കാസ്. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? ഉത്തരം ദേശസേവിനി ഗ്രാമീണ വായനശാല, എറണാകുളം. തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം വായിച്ചു വളരുക. പുരാതന കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ ലൈബ്രറി ഏതാണ്? ഉത്തരം അലക്സാണ്ട്രിയയിലെ ഗ്രേറ്റ് ലൈബ്രറി. കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം സ്വാതി തിരുനാൾ. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14. കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്നാണ്? ഉത്തരം 1945 സെപ്റ്റംബർ 14. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം SR രംഗനാഥൻ. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? ഉത്തരം തുഞ്ചത്ത് രാമാനുജ എഴുത്തച്ഛൻ. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ തുക എത്രയാണ്? ഉത്തരം 5 ലക്ഷം രൂപ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം സേതു. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചൻ പറമ്പ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം? ഉത്തരം തൃശൂർ. കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് എന്നാണ്?
ഉത്തരം 1956 ഒക്ടോബർ 15. കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യം എന്താണ്? ഉത്തരം മലയാണ്മയുടെ സർഗകവാടം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഉത്തരം സർദാർ KM പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം എന്താണ്? ഉത്തരം സാഹിത്യലോകം. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏതാണ്? ഉത്തരം ഗ്രന്ഥാലോകം. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേര് എന്താണ്? ഉത്തരം നാഷണൽ ബുക്ക് സ്റ്റാൾ. കേരളത്തിന്റെ ഭരണഭാഷ ഏതാണ്? ഉത്തരം മലയാളം. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ഗ്രീക്ക് സാഹിത്യം. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഏതാണ്? ഉത്തരം രാമചന്ദ്ര വിലാസം. മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം ഏതാണ്? ഉത്തരം രാജ്യസമാചാരം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇന്ത്യ എന്റെ രാജ്യം എന്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം ചെമ്മനം ചാക്കോ. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. സാരേ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉത്തരം ഉറുദു ഭാഷ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമത് കളി നിങ്ങളെ തൻ. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുമാരനാശാൻ. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകൾ എത്ര എണ്ണമാണ്? ഉത്തരം 11. ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷ ഏതാണ്? ഉത്തരം തമിഴ്. രാത്രി മഴ എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? ഉത്തരം സുഗതകുമാരി. ആത്മകഥയ്ക്ക് ഒരാമുഖം ആരുടെ ആത്മകഥയാണ്? ഉത്തരം ലളിതാംബിക അന്തർജനം. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം MT വാസുദേവൻ നായർ. ലോകസഭ അംഗമായിരുന്ന പ്രശസ്ത മലയാള നോവലിസ്റ്റ് ആരാണ്? ഉത്തരം SK പൊറ്റക്കാട്. ഇതാ ഇവിടെ വരെ എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം P പത്മരാജൻ. ഉപ്പ് എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം ONV കുറുപ്പ്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ചെറുശ്ശേരി. ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം C ഗോവിന്ദ പിഷാരടി. തോപ്പിൽ ഫാസി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഭാസ്കരൻ പിള്ള. നാളികേരള പാകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഉള്ളൂർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം P കുഞ്ഞിരാമൻ നായർ. ആൽക്കമിസ്റ്റ് ആരുടെ കൃതിയാണ്? ഉത്തരം പൗലോ കൊയ്ലോ. ദൈവത്തിന്റെ വികൃതികൾ എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം M മുകുന്ദൻ. PN പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏതാണ്? ഉത്തരം ക്രൂപ്സ്കായ അവാർഡ്. നീർമാതളം പൂത്തുകാലം എന്ന കൃതി എഴുതിയത് ആരാണ്? ഉത്തരം മാധവിക്കുട്ടി. ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഒഡീസി, ഇലിയഡ്. രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? ഉത്തരം വാസനാവികൃതി. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ.
കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേര് എന്താണ്? ഉത്തരം നാഷണൽ ബുക്ക് സ്റ്റാൾ. ബാലമുരളി എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്.